എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവെക്കുന്നത്. ഒരു കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് നാടിന്റെ ഭരണാധികാരി പറഞ്ഞ വാക്കുകളാണിവ. കേരളമെന്ന സംസ്ഥാനമില്ലാതാകാനിടയുള്ള ചരിത്രപ്രസിദ്ധമായ ആ കരാറിന്റെ ആഴങ്ങളിലേക്ക് അല്പമൊന്ന് കണ്ണോടിക്കാം. കാരണം അടിയന്തിരമായി ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഇനി അത് പറയാനോ കേൾക്കാനോ ആരും ഇവിടെ അവശേഷിക്കണമെന്നില്ല. 235 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1789, തമിഴ്നാട്ടിലെ രാമനാട് മുത്തുരാമലിംഗ സേതുപതി രാജാവിന്റെ പ്രധാനിയായിരുന്ന മുതിരുള്ളപ്പ പിള്ള മുൻകൈയെടുത്ത് ഒരു കൂടിയാലോചന നടക്കുന്നു. പെരിയാറിലെ വെള്ളം വൈഗ നദിയിലെത്തിക്കണം. ഇതായിരുന്നു ചർച്ചാ വിഷയം. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി സഖ്യത്തിലായിരുന്നുവെങ്കിലും സേതുപതി രാജാവ് ബ്രിട്ടീഷുകാരോട് യുദ്ധം പ്രഖ്യാപിച്ചതുമൂലം പദ്ധതി ആദ്യം നടപ്പിലായില്ല. യുദ്ധം തോറ്റ സേതുപതി താമസിയാതെ സ്ഥാനഭ്രഷ്ടനായി. പ്രദേശം മദിരാശി പ്രസിഡൻസിയുടെ കീഴിലായി. തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജലക്ഷാമം ബ്രിട്ടീഷുകാർക്ക് തലവേദനയായി തീർന്നു. ഇതേസമയം തിരുവിതാംകൂറിലെ പെരിയാറ്റിൽ പ്രളയം സൃഷ്ടിക്കുന്ന കാലാവസ്ഥയും. ബ്രിട്ടീഷുകാർ പെരിയാർ നദിയിലെ വെള്ളം പശ്ചിമഘട്ടത്തിലെ മലതുറന്ന് മധുരയിലൂടെ ഒഴുകുന്ന വൈഗ നദിയിലെത്തിക്കാൻ പദ്ധതിയിട്ടു. ഇതിനായി 1808 ഒരു പഠനം നടത്താനായി പശ്ചിമഘട്ടത്തെക്കുറിച്ച് വ്യക്തമായ അറിവുള്ള ജെയിംസ് കാഡ്വെൽ എന്ന വിദഗ്ധനെ നിയോഗിച്ചു. പദ്ധതി അസാധ്യമായിരിക്കുമെന്നായിരുന്നു ജെയിംസ് കാഡ്വെലിന്റെ നിഗമനം. എങ്കിലും വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമത്തിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്മാറിയില്ല. പിന്നീട് നടന്ന മറ്റൊരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളം തിരിച്ചുവിടാനുള്ള ചെറിയൊരു അണക്കെട്ടിന്റെ പണികൾ 1850 തുടങ്ങി. ചിന്നമൂളിയാർ കൈവഴിയിലൂടെ വെള്ളം ഗതിമാറ്റിവിടാനായിരുന്നു പദ്ധതി. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. അങ്ങനെ പല പ്ലാനുകളും ഇതിനോടകം മുന്നോട്ട് വന്നെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാൽ എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അവസാനം 1882 നിർമ്മാണ വിദഗ്ധരായ ക്യാപ്റ്റൻ പെനി ക്യുക്ക്, ആർ സ്മിത്ത് എന്നിവർക്ക് എല്ലാ പഴയ പദ്ധതികളും പഠനവിധേയമാക്കിയ ശേഷം പുതിയത് സമർപ്പിക്കാനായി നിർദ്ദേശം ലഭിച്ചു. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പദ്ധതി തയ്യാറാക്കി. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയുമാണ് വീതി. ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് 53 ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു അക്കാലത്തെ ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്നും തിരിച്ചു കിട്ടണമെന്നായിരുന്നു കണ്ടെത്തൽ. കൊടുംവരൾച്ചയിൽ പൊറുതിമുട്ടിയ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി അംഗീകരിച്ച് നിർമ്മാണം തുടങ്ങാൻ തീരുമാനിച്ചു. പെരിയാർ പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലെ, അതായത് ഇന്നത്തെ കേരളത്തിലെ നദിയായതിനാൽ പദ്ധതി അനുസരിച്ച് അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയുടെ സമ്മതം ആവശ്യമായിരുന്നു. ഒരു കരാറിലേർപ്പെടാൻ സന്നദ്ധനല്ലായിരുന്ന അദ്ദേഹത്തെ ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ 1886 തിരുവിതാംകൂറിനെ ഉടമ്പടിയിൽ ഒപ്പുവയ്പ്പിച്ചു. വിശാഖം തിരുനാൾ രാമവർമ്മ വ്യസനത്തോടെ ഈ കരാറിനെ വിശേഷിപ്പിച്ചതപ്പോൾ ഇങ്ങനെയാണ്: എന്റെ ഹൃദയരക്തം കൊണ്ടാണ് ഞാൻ ഒപ്പുവയ്ക്കുന്നത്. അന്നത്തെ കണക്കനുസരിച്ച് 62 ലക്ഷം ഇന്ത്യൻ രൂപ ചെലവ് വരുന്ന പദ്ധതിയായിരുന്നു തയ്യാറാക്കിയത്. അണക്കെട്ടിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയും ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ കനത്ത മഴയും വെള്ളപ്പൊക്കവും നിർമ്മാണത്തെ ഇടതടവില്ലാതെ തടസ്സപ്പെടുത്തി. കെട്ടിപ്പൊക്കിയ ഭാഗം വെള്ളച്ചാലിൽ നശിച്ചുപോയി. ജോലിക്കാർ ഹിംസമൃഗങ്ങൾക്കിരയായി. കുറെ പേർ വെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി. ഇതോടെ ഈ നിർമ്മാണം തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചു. നിരാശനായ ജോൺ പെനി ക്യുക്ക് കുടുംബസമേതം ഇംഗ്ലണ്ടിലേക്ക് പോയി. എന്നാൽ താൻ തന്നെ ഈ അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അദ്ദേഹം ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹവും ഭാര്യ ഗ്രേസ് ജോർജീനയും അവിടെയുള്ള തങ്ങളുടെ സമ്പാദ്യം മുഴുവൻ വിറ്റു പണമാക്കിയ ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചുവരികയും ഒരു വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. തൊട്ടുപിന്നാലെ വന്ന മഴക്കാലം ആ അടിത്തറയെ തകർത്തില്ല. പെനി ക്യുക്കിന്റെ ദൃഢനിശ്ചയത്തിന് സർക്കാർ ഉറച്ച പിന്തുണ നൽകി. 1895 അണക്കെട്ടിന്റെ നിർമ്മാണം പൂർത്തിയായി. അന്നാകെ ചിലവായത് 81,33,000 ഇന്ത്യൻ രൂപ. 50 കൊല്ലത്തിലധികം ഇത്തരം അണക്കെട്ടുകൾക്ക് ആയുസ്സില്ലെന്ന് അണക്കെട്ടിന്റെ ശില്പിയായ പെനി ക്യുക്ക് പറഞ്ഞിരുന്നു. അങ്ങനെ നോക്കിയാൽ പോലും സ്വാതന്ത്ര്യത്തിനു മുന്നേ തന്നെ അണക്കെട്ടിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. സായിപ്പുണ്ടാക്കിയ അണക്കെട്ടായതുകൊണ്ട് മാത്രമാണ് പിന്നെയും 63 കൊല്ലമായി അതിങ്ങനെ പൊട്ടാതെ നിൽക്കുന്നത്. ഈ അണക്കെട്ടിനെതിരെ പല വിവാദങ്ങളും കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ പലരും കേട്ടും കേട്ടില്ലെന്നും നടിച്ച കഥകളായി മാറി. 1979 ഗുജറാത്തിൽ സംഭവിച്ച മച്ചു അണക്കെട്ടിന്റെ തകർച്ചയെ തുടർന്നുണ്ടായ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പ്രാന്തപ്രദേശങ്ങളിലെ ജനങ്ങൾ പരിഭ്രാന്തിയിലായി. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാം ദുരന്തം അന്ന് ഗുജറാത്തിൽ സംഭവിച്ചപ്പോൾ 20 മിനിറ്റിനകം 15,000-ഓളം ജനങ്ങളാണ് മോർവി പട്ടണത്തിൽ മണ്ണോട് ചേർന്നത്. അന്നു തുടങ്ങിയ ഭീതി 45 വർഷങ്ങൾക്കിപ്പുറം കേരള ജനതയ്ക്ക് 10 മടങ്ങ് കൂടി നിൽക്കുകയാണ്. വേദനയോടെ മാത്രം ചിരിക്കാൻ തോന്നുന്ന ചില കൗതുകങ്ങൾ ഈ കരാറിലുണ്ട്.
1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദിരാശി സർക്കാരിന് പാട്ടമായി നൽകുകയാണുണ്ടായത്. കരാറ് പ്രകാരം പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപയെന്ന കണക്കിൽ 40,000 രൂപ വർഷം തോറും കേരളത്തിന് ലഭിക്കും. 50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിരുന്ന ഡാമിന്റെ കരാർ കാലയളവ് 999 വർഷമാണ് എന്നുള്ളതാണ് വിരോധാഭാസം. ആദ്യ കരാർ കഴിയുമ്പോൾ വേണമെങ്കിൽ വീണ്ടും ഒരു 999 വർഷത്തേക്ക് കരാർ പുതുക്കുന്നതിന് വിരോധമൊന്നുമില്ല എന്നുള്ള മറ്റൊരു മണ്ടത്തരവും കൂടെ ഈ കരാറിലുണ്ട്. അണക്കെട്ടിൽ ചോർച്ച വരാൻ തുടങ്ങിയതോടെ ആയിരിക്കണം അത് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പറ്റില്ലെന്നും പറഞ്ഞ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകി അവർക്ക് അപകടമൊന്നും ഉണ്ടാകില്ല എന്നുള്ളതും 35 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളം മുഴുവൻ താങ്ങിക്കോളും എന്നുള്ള ന്യായങ്ങളും തമിഴ്നാട് സർക്കാർ നിരത്തുന്നുണ്ട്. ഇടുക്കി ഡാം അല്ലാതെ തന്നെ നിറഞ്ഞു കവിയാറുണ്ടെന്നും മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടി താങ്ങാൻ ഇടുക്കി ഡാമിന് ആകില്ലെന്നുമുള്ളത് പകൽ പോലെ വ്യക്തമായ കാര്യമാണ്. ഇനി അഥവാ ഇടുക്കി ഡാം ഈ വെള്ളം മുഴുവൻ താങ്ങിയാലും മുല്ലപ്പെരിയാറിനും ഇടുക്കി ഡാമിനുമിടയിൽ പെരിയാർ തീരത്ത് താമസിക്കുന്ന 10,000-കണക്കിന് ജനങ്ങളുടെ ജീവന് ഒരു വിലയുമില്ല എന്ന ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. ആയിസത്തി അണക്കെട്ടെങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ കേരളത്തിലെ 5-6 ജില്ലകളിലെ ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെ റോഡിലിറങ്ങാനോ വീട്ടിലിരിക്കാനോ പറ്റില്ല. കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം ജനങ്ങളെങ്കിലും നാമാവശേഷമാകും. പണ്ഡിതനും പാമരനും പണമുള്ളവനും ഇല്ലാത്തവനും സിനിമാക്കാരനും രാഷ്ട്രീയക്കാരനും കേന്ദ്രത്തിൽ പിടിയുള്ളവനും പിടിയില്ലാത്തവനും കുട്ടികളും വലിയവരുമെല്ലാം അടക്കമുള്ള ലക്ഷക്കണക്കിന് മനുഷ്യാത്മാക്കൾ വീട്ടിലും റോഡിലും പാടത്തും പറമ്പിലുമൊക്കെയായി ജീവനില്ലാതെ കിടക്കും. കുറേയധികം പേർ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാതെ അറബിക്കടലിന്റെ അഗാധതയിൽ സമാധിയാകും. കന്നുകാലികളടക്കമുള്ള മിണ്ടാപ്രാണികളുടെ കണക്കൊന്നും മുകളിൽ പറഞ്ഞ 40 ലക്ഷത്തിൽ പെടുന്നില്ല. ജീവനോടെ അവശേഷിക്കുന്ന ബാക്കിയുള്ള മനുഷ്യജന്മങ്ങൾ പകർച്ചവ്യാധികളും മറ്റു രോഗങ്ങളും പിടിച്ച് നരകയാതനയിലേക്ക് വഴുതി വീഴും. ഈ കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് തമിഴ്നാട്ടുകാരുമുണ്ടാകും. നദീജലം പറ്റുമ്പോൾ തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നിങ്ങനെ കൃഷിയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന 10,000-കണക്കിന് തമിഴ് മക്കൾ വരൾച്ചയും പട്ടിണിയും കൊണ്ട് വലയും. പരസ്പരം പഴിചാരി പല കലാപങ്ങളും ഉണ്ടായേക്കാം. ഇങ്ങനെ വേവലാതികൾ പറഞ്ഞ കാലം ഒരുപാട് കടന്നുപോയി, അതിക്രമിച്ചു. മരണക്കയത്തിലേക്ക് പോകാതിരിക്കാൻ ഇനിയും അവസരമുണ്ട്, അതും കുറച്ചുനാൾ മാത്രം. ഭൂരിപക്ഷത്തിന്റെ കണക്കുകളും ആവനാഴിയിൽ സൂക്ഷിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമെല്ലാം എല്ലാ നേതാക്കന്മാരും തൽക്കാലം മറക്കുക. നിങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മളില്ലാതാകാൻ പിടിവാശിയോ ബുദ്ധിശൂന്യമായ പ്രവൃത്തിയോ ഒരു കാരണമാകരുത്. പല പഠനങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങളിൽ നിന്നും സമൂഹം അവഗണിച്ചു മാറ്റി നിർത്തിയ അറിവുള്ളവരുടെ കണ്ടെത്തലുകളിൽ നിന്നും ക്രോഡീകരിച്ചെഴുതി പറഞ്ഞ ഈ വസ്തുതകൾ സൂര്യനെ തൊടാൻ കാത്തിരിക്കുന്ന യുവതലമുറയ്ക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. സർവനാശത്തിനുള്ള കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു. ഹിമാലയം പൊടിച്ച മണ്ണുകൊണ്ട് മൂടിയാൽ പോലും ആ കല്ലറകൾ മൂടില്ല. ജീവനറ്റ ശരീരങ്ങൾ കുറങ്ങാൻ അറബിക്കടൽ പറ്റിയ കുഴിയിൽ പോലും സ്ഥലമില്ലാതാകും. ഒന്നും സംഭവിക്കാതിരിക്കട്ടെ.